കശ്മീർ താഴ്വരയിൽ പൂത്തുലഞ്ഞ കുങ്കുമപ്പൂ പുത്തൂർ നമ്പ്യാർ റോഡിലും വിരിയും. പ്രിയപ്പെട്ടവരെ, കേരള ടൈംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി ചെയ്ത ഒരു വ്യക്തിയെയാണ്. നമുക്കറിയാം, നമ്മുടെ പുത്തൂർ പഞ്ചായത്തിൻ്റെ ഒരുപക്ഷെ അഭിമാന കൃഷി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആരും അങ്ങനെ അറിഞ്ഞു വരുന്നുള്ളൂ. ജെയിംസേട്ടൻ്റെ വീട്ടുപേര് കാപ്പാനി എന്നാണ്. പുത്തൂർ നമ്പ്യാറോടാണ് വീട്. അപ്പോൾ ജെയിംസേട്ടൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്താണ് കൃഷി എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ആളുകൾ ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കൃഷി ചെയ്യാണോ ചോദിക്കും. പക്ഷെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കാശ്മീരിൽ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള കുങ്കുമപ്പൂ കൃഷിയാണ് ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ജെയിംസേട്ടൻ ആ കുങ്കുമപ്പൂ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പോൾ വയലറ്റ് കളറിൽ പ്രത്യേകം തയ്യാറാക്കിയ കുളിരിൽ വിരിഞ്ഞ് പൂത്തു നിൽക്കുന്ന കുങ്കുമപ്പൂ കാഴ്ചയിൽ വർണ്ണനയ്ക്കതീതമായി. വിരിഞ്ഞ് കൂമ്പി നിൽക്കുന്ന പൂക്കൾ കശ്മീർ താഴ്വരയിലൂടെ സഞ്ചരിച്ച പ്രതീതി. പുത്തൂർ നമ്പ്യാർ റോഡ് സ്വദേശി ജെയിംസ് കാപ്പാനി വിദേശ ജീവിതത്തിന് ശേഷം എക്സ്പോർട്ടിംഗ് മേഖലയിൽ ഇടപെടുകയും തുടർന്ന് വ്യത്യസ്ത രീതിയിലുള്ള കൃഷി പരിപാലനം ആരംഭിച്ചു. അല്പം റിസ്ക്കും ക്ഷമയുമുള്ള കൃഷി കുങ്കുമപ്പൂ കൃഷിയിലേക്കുള്ള യാത്ര. കാശ്മീരിൽ ഉണ്ടാകുന്ന കുങ്കുമപ്പൂ കൃഷി ഉണ്ടാകുമോ എന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ജെയിംസേട്ടൻ ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായി? നമ്മുടെ കാർഷിക വിളകൾക്കെല്ലാം വളരെയധികം വില കുറവാണ് കിട്ടുന്നത്. അപ്പോൾ മിക്ക കൃഷികൾ ഞാനും വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം ഇവിടെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വിളകൾക്ക് വില കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഒരു പ്രതിവിധി അന്വേഷിച്ച് നടക്കുമ്പോൾ കടക്കുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെ മൂല്യമുള്ള വസ്തുക്കളെ എങ്ങനെ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കൃഷി റിസ്ക് എടുത്തൊരു കൃഷിയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും നല്ല റിസ്ക് ഉണ്ട്. ഇതിനുള്ളിലേക്ക് കണ്ടാൽ കാശ്മീരിലെ അതേ അന്തരീക്ഷം സൃഷ്ടിക്കണം. അതെ, അതുപോലെ തന്നെ അതിനാവശ്യമായ മൂലധനം ഇറക്കണം. അതെ, നമുക്ക് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ ആരും അങ്ങനെ ചെയ്യാത്തൊരു കൃഷിയാണ് നമ്മൾ റിസ്ക് എടുത്തിരുന്നത്. പക്ഷെ വളരെയധികം റിസ്ക് എടുത്താണ് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടി. അതെ, കിട്ടി. തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ വിജയകരമാക്കാൻ സാധിക്കും. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഫുൾ റിട്ടേൺ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ റബ്ബർ കൃഷിയെ പോലെ തന്നെയാണ്. ഒരിക്കൽ വിളവിളക്കി കഴിഞ്ഞാൽ 15 കൊല്ലത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് റിപ്പീറ്റായി കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും റിസ്ക് എടുത്ത് ഈ കൃഷി ചെയ്യുന്ന ആ ജെയിംസേട്ടന്റെ കൃഷി നമുക്ക് കാണാം. കുങ്കുമപ്പൂ വിളവെടുത്ത് കഴിഞ്ഞു, പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. വീണ്ടും അതിന് വിത്തുൽപാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. അല്പം റിസ്ക്കും ക്ഷമയുമുള്ള കുങ്കുമപ്പൂ കൃഷിയിലേക്കുള്ള യാത്ര. കശ്മീരിലും മറ്റ് സ്ഥലങ്ങളിലും പോയി പഠനം. തുടർന്ന് കൃഷിഭവനും പഞ്ചായത്തിന്റെയും അനുമതി നേടി. കശ്മീർ താഴ്വരയുടെ അന്തരീക്ഷവും കുളിര് വീഴുന്ന മരം കൊച്ചുന്ന തണുപ്പു കാലാവസ്ഥ എയർ കണ്ടീഷനിലൂടെ ഉണ്ടാക്കിയെടുത്തു. അപൂർവമായിട്ടേ കേരളത്തിൽ ഈ രീതിയിൽ കൃഷി. 1 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും. ഒരു വിത്തിൽ നിന്ന് 2 മുതൽ 4 വരെ പൂക്കൾ ഉണ്ടാകും. ഏകദേശം 5 ലക്ഷത്തിൽ താഴെ ചെലവ് വന്നിട്ടുണ്ട്. കശ്മീരിൽ നിന്നാണ് വിത്തുകൾ എത്തിച്ചത്. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ കുങ്കുമപ്പൂവിന്റെ വില. വീടിന്റെ അപ്സ്റ്റെയറിൽ പോളി എത്തിലിൻ ഫോമുകൾ കൊണ്ട് മറച്ച് ശുചീകരിച്ച മുറിയിലാണ് വിത്ത് സംരക്ഷണവും കൃഷിയും നടത്തിവരുന്നത്. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ പകരം അൾട്രാവയലറ്റ് പ്രകാശം ക്രമീകരിച്ചിരിക്കുന്നു. ഈർപ്പം ക്രമീകരിക്കുകയും താപനില അളക്കാനുള്ള ക്രമീകരണങ്ങളും ദൂരെ നിന്ന് വളർച്ച നിരീക്ഷിക്കാൻ ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം സജ്ജീകരിച്ച വസ്ത്രം മുറിയുടെ നിർമ്മാണത്തിന് 7.5 ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട്. ഭക്ഷണത്തിൽ രുചി വരുത്തുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഔഷധ നിർമ്മാണത്തിനും കുങ്കുമപ്പൂവ് ഉപയോഗിച്ചു വരുന്നു. കുങ്കുമം നമ്മുടെ നാട്ടിലും വളരും. കേരള ടൈംസ് മീഡിയ. കൃഷി എന്ന് പറയുന്നത് സാധാരണയായി കാശ്മീരിൽ മാത്രം കണ്ടുവരുന്ന കുങ്കുമപ്പൂവാണ്. നിങ്ങൾ നേരത്തെ ഉള്ളിൽ കണ്ടിരുന്നുണ്ടാവും. അത്
കാശ്മീരിലും മണ്ണിലടിയിലാണ് വളരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എയറോഫോണിക് സംവിധാനത്തിലാണ് വളർത്തുന്നത്. എയറോഫോണിക്സും ഉണ്ടാവും, ഹൈഡ്രോഫോണിക്സും രണ്ടും മിക്സ് ആയിട്ടാണ്. ഫ്ലവറിങ്ങിൻ്റെ സീസണിൽ നമ്മൾ ഫുള്ളായിട്ട് എയറോഫോണിക് സിസ്റ്റത്തിലാണ് വളർത്തുന്നത്. ഫ്ലവറിങ്ങിന് ശേഷം നമ്മൾ മറ്റു പല രീതികളിലും ഇതിന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവറിങ് കഴിയുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പൂക്കൾ വിരിഞ്ഞ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് 100% ഇത് കിട്ടി, അതായത് വിളവെടുപ്പ് കഴിക്കാൻ സാധിച്ചു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷിയാണ്. പലവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. എന്നിരുന്നാലും കൃത്യമായി 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പൂക്കളെല്ലാം വിരിഞ്ഞു. അതിൻ്റെ സംതൃപ്തിയുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, വിത്ത് ഉൽപാദനം. അത് വലിയൊരു കടമ്പയാണ്. അതിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഡിഫൻസ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം കാർഷിക മേഖലയിൽ തന്നെയായിരുന്നു നോക്കുകയായിരുന്നു. ഓരോ കൃഷികളും പരീക്ഷിച്ച് നോക്കി. അപ്പോൾ നമുക്ക് കാര്യമായ ലാഭമൊന്നും കിട്ടുന്നില്ല, വില കുറയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വില എങ്ങനെ കൂട്ടി കിട്ടാമെന്നുള്ള നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പച്ചക്കറികളാണ് ആദ്യമായി എക്സ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിലും കിടമത്സരങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രൊഡക്റ്റ് വേണം. അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ്. മറ്റു പല പ്രൊഡക്ഷനും ആരംഭിച്ചു, പക്ഷെ അതെല്ലാം പാതി വഴിയിൽ നിന്നുപോയി. അതിനുശേഷമാണ് അതിനെങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ ഈ കുങ്കുമപ്പൂവ് കണ്ടെത്തിയത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല? മറ്റ് പല വിളകളും ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യാൻ സാധിക്കില്ല? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തി. കാശ്മീരിൽ പോയി അവിടെ ഉള്ള ഫാമുകൾ വിസിറ്റ് ചെയ്തു. അവിടെ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം സമാന രീതിയിൽ കൃഷി ചെയ്യുന്ന, ആർട്ടിഫിഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട്. നമ്മുടെ വയനാടുണ്ട്, അവിടെ പോയിരുന്നു. പൂനെയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ബീഹാറിലുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവരുമായുള്ള നിരന്തര ചർച്ചകളും കൂടിക്കാഴ്ചകളും ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഈ കൃഷി ആരംഭിച്ചത്.